ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 7 ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പിസ്ത, കുറച്ച് കാഷ്യൂനട്ട് ഊറ വയ്ക്കുക ഓവർനൈറ്റ്. പിന്നെ അത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് പാലിൻ്റെ കൂടെ പിന്നെ ഏതെങ്കിലും ഒരു ഫേവറിറ്റായ ഒരു ഫ്രൂട്ട്, അതായത് ബനാന ആവാം, ഇല്ലെങ്കിൽ സ്ട്രോബെറി ആവാം, കിട്ടിയാൽ സ്ട്രോബെറി ആവാം, ഇല്ലെങ്കിൽ ഡേറ്റ്സ് ഇട്ടിട്ട് നന്നായി മിക്സിയിലടിക്കുക, സ്മൂത്തി ആയിട്ട് കുടിക്കുക. ഓക്കെ, അതും ഈവനിങ് ടൈമിന് എടുക്കാവുന്നതാണ്. ഒരു 4-4:30 അങ്ങനെ ടൈമിന് അത് കുടിക്കാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ഹെയർ പാക്കാണ്. ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. ചെമ്പരത്തി പൂവും ഇല, മൊട്ട്, ഇത് ഇത്രയും എടുത്തിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിൽ അരയ്ക്കാവുന്നതാണ് നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നീം ലീവ്സും ചേർക്കാവുന്നതാണ്. ഓക്കെ, ഈ രണ്ടും നന്നായി മിക്സിയിൽ നന്നായി അടിച്ചിട്ട് പേസ്റ്റ് ആക്കി ഒരു കൊഴുത്ത ഒരു ജ്യൂസി കൺസിസ്റ്റൻസ് പോലെ എടുത്തിട്ട് ജസ്റ്റ് 20 മിനിറ്റ്സ് ഇങ്ങനെ ജസ്റ്റ് സർക്കുലർ മോഷനിൽ ഇങ്ങനെ സ്കാൽപ്പ് ഏരിയയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, 20 to 30 മിനിറ്റ്സ് വിട്ടിട്ട് വാഷ് ഔട്ട് ചെയ്യുക. എല്ലാ ഹെയർ പാക്സും ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് അത്ര ഒന്നും കെമിക്കൽസ് ഉണ്ടാവില്ല. പിന്നെ ഹെർബൽ പ്രോഡക്റ്റാണ്. ഓക്കെ, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണൽ അലോവേറ ചേർക്കാവുന്നതാണ്. മുന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾ അലോവേറ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലോവേറ ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ചെമ്പരത്തി ഇലകൾ പിന്നെ പൂക്കൾ, ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ ഇത് നീം ലീവ്സ്, അതായത് ഇത് വേപ്പില. ഓക്കെ, അതെടുത്ത് അരച്ചിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ച് അത് തന്നെ പ്ലെയിൻ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ 8 to 12 ഗ്ലാസസ് ഓഫ് വാട്ടർ നിങ്ങൾ ഡെയിലി കുടിക്കാൻ ശ്രമിക്കേണ്ടത് നന്നായിരിക്കും. ഞങ്ങളുടെ സ്കിന്നിനും മുടിയുടെ ആരോഗ്യത്തിനും ബലമായിട്ട് ഇരിക്കാനും അതൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ 7th ഡേ ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, യൂസ്ഫുള്ളാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.